കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരാറുണ്ട്. രാമായണത്തെപ്പറ്റി മലയാള പത്രങ്ങൾ കോളങ്ങൾ പംക്തികൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളെല്ലാം ഇത്തരം രാമായണ പാഠങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മാധ്യമം ദിനപത്രത്തിൽ വരുന്ന രാമായണ പാഠത്തെ സംബന്ധിച്ച് വർഗീയവാദികൾ വലിയ രീതിയിലുള്ള വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പുതിയ കാര്യമല്ല. 2015 മാതൃഭൂമിയിൽ അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനും അക്കാദമിസ്റ്റുമായ രാമായണ പാണ്ഡിത്യമുള്ള എം ബഷീർ രാമായണ പാഠങ്ങൾ എഴുതിയപ്പോൾ ഹനുമാൻ സേന എന്ന് പറയുന്ന ഗ്രൂപ്പ് BJP വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കി. രാമായണത്തെക്കുറിച്ച് ബഷീർ എന്ന പേരുള്ള ഒരാൾ എഴുതാൻ പാടില്ല. ഡോക്ടർ എം ബഷീറിനെ വിളിച്ച് സംഘപരിവാർ വധഭീഷണി മുഴക്കി. തൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു. BJPക്ക് രാമായണവും രാമനും രാഷ്ട്രീയ ആയുധമാണ്. ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് പത്രം മാധ്യമം എങ്ങനെ രാമായണത്തെപ്പറ്റി ലേഖനങ്ങൾ എഴുതും? ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം ഒരിക്കലും രാമായണത്തെപ്പറ്റി എഴുതാൻ പാടില്ല. ഇതാണ് BJP ആവശ്യപ്പെടുന്നത്. ഡോക്ടർ S ശ്യാംകുമാറാണ് മാധ്യമത്തിൽ രാമായണ പാഠങ്ങൾ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ രാമായണ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്യാൻ BJPക്ക് കഴിയില്ല. ശ്രീരാമൻ ജീവിച്ചിരുന്നത് ത്രോതായുഗത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമൻ്റെ സമകാലികനായിരുന്ന വാൽമീകിക്ക് നാരദ മഹർഷിയാണ് രാമൻ്റെ ജീവിത കഥ പകർന്നു നൽകിയത്. ഒരു പുരുഷന് വേണ്ട സർവ്വഗുണങ്ങളും തികഞ്ഞ ആരെങ്കിലും ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വാൽമീകി നാരദനോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ കഥ പറയുന്നു, രാമായണ കഥ. ഈ കഥ അടിസ്ഥാനമാക്കി രാമായണം രചിക്കുന്നത് വാൽമീകിയുടെ രാമായണം ആദികാവ്യം എന്നാണ് പറയുക. ലോകമൊട്ടാകെ പ്രസിദ്ധിയാർജിച്ച ഒരു ഇതിഹാസമാണ് രാമായണം. വാൽമീകിയെ കാളിദാസൻ വിളിക്കുന്നത് രുദിതാനുസാരിയായ കവി എന്നാണ്. വിലാപങ്ങളെ പിന്തുടരുന്ന കവി എന്നാണ് അർത്ഥം. ദുരിതങ്ങളെ പിന്തുടരുന്ന കവി, ശോകങ്ങളെ ശ്ലോകങ്ങളാക്കിയ കവി. ശിഷ്യനായ ഭരദ്വാജനുമൊത്ത് തമസാ നദിയിൽ കുളിക്കാൻ പോയതായിരുന്നു വാൽമീകി. അപ്പോൾ തൊട്ടപ്പുറത്തെ മരത്തിൽ പ്രണയബദ്ധരായി കൊക്കുരുമ്മിയിരിക്കുന്ന 2 ക്രൗഞ്ച പക്ഷികൾ. ആ ക്രൗഞ്ച പക്ഷികൾക്ക് നേരെ വേടൻ അമ്പ് തൊടുത്തുവിട്ടു. വേടൻ്റെ അമ്പേറ്റ് ആൺപക്ഷി പിടഞ്ഞ് മരിക്കുന്നത് പെൺപക്ഷി ദയനീയമായി കരഞ്ഞുകൊണ്ട് നോക്കുന്നതും വാൽമീകിയുടെ ഹൃദയം ചലിപ്പിച്ചു. ശോകാകുലനായ ദുഃഖിതനായ ആ ഋഷി അറിയാതെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ശാപവാക്കുകൾ ഉതിർന്നു വീണു. മാ നിഷാദം. പ്രണയത്തിൽ സ്വയം മറന്നിരുന്ന ക്രൗഞ്ച പക്ഷികളുടെ ഇണയിൽ ഒന്നിനെ കൊന്ന കാട്ടാള, നീ ഒരിക്കലും സ്വസ്ഥത അറിയാതിരിക്കട്ടെ. ശാപം മുനിക്ക് ചേർന്നതല്ല. ഇവിടെ നിന്നാണ് വാൽമീകിയുടെ രാമായണ രചന ആരംഭിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും രാമായണത്തിൻ്റെ വകഭേദങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ എയറിൻ്റെ പേര് ഗരുഡ എക്സ്പ്രസ് എന്നാണ്. രാമായണ കഥയിൽ നിന്നാണ് ഗരുഡൻ വരുന്നത്. രാമായണത്തിൻ്റെ കഥ ഇന്തോനേഷ്യയിലുണ്ട്. ഇക്കായത്ത് ശ്രീരാമൻ്റെ കഥകൾ വ്യത്യസ്തമായ രീതിയിൽ രാമായണം ഇന്തോനേഷ്യയിലുണ്ട്. ഈജിപ്തിലെ പ്രമുഖനായ നജീബ് കൈലാനി രാമായണ കഥകളെ അറബിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫി ഗാബത്തി ഷയാത്തീൻ ഒരു പുസ്തകമായി അദ്ദേഹം രാമായണ കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ സംസ്കാരങ്ങളിലും കഥ പറച്ചിൽ പാരമ്പര്യമുണ്ടാകും. കഥ പറച്ചിൽ പാരമ്പര്യങ്ങളുടെ സാംസ്കാരികമായ ഏറ്റവും വലിയ നിധി കുംഭമാണ് രാമായണം. വാൽമീകി ആരാണ്? ഏതാണ് രാമായണത്തിൻ്റെ രചനാകാലം? വാൽമീകി എഴുതിയ അതേ രൂപമാണോ ഇന്ന് ലഭിക്കുന്ന വാൽമീകി രാമായണത്തിൻ്റേത്? വാൽമീകി രാമായണം എന്ന ക്ലാസിക് സാഹിത്യകൃതി ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മഹാഭാരതവും രാമായണവും വിശ്വസാഹിത്യത്തിന് ഇന്ത്യ നൽകിയ ഈടുറ്റ സംഭാവനയാണ്. രാമായണത്തിലെ രാമൻ്റെ സങ്കല്പം എന്താണ്? സദാചാരനിരതനും സർവ്വജീവികളിലും
പക്ഷഭേദമില്ലാതെ ഹിതകരമായിരിക്കുന്നവനും എല്ലാം അറിയുന്നവനും ഭരണതന്ത്രജ്ഞനും പ്രിയദർശനും സദ്ഗുണവാനും ക്രോധത്തെ ജയിച്ചവനും കാന്തിമാനും അസൂയയില്ലാത്തവനും യുദ്ധവീരനും ആരാണ് എന്ന ആ ചോദ്യം തുടരുന്നു. ഈ ചോദ്യത്തിന് നാരദൻ നിർദ്ദേശിച്ച ഉത്തരമാണ് രാമൻ. ഉത്തമനായ മര്യാദ പുരുഷോത്തമൻ. ഇതാണ് രാമനെപ്പറ്റിയുള്ള സങ്കല്പം. കരുണയുടെയും കാരുണ്യത്തിൻ്റെയും മര്യാദയുടെയും പുരുഷോത്തമനായ ഉത്തമനായ ഒരു മനുഷ്യനെ മറ്റുള്ളവരെ ആക്രമിക്കാനും ആക്രോശിക്കാനുമുള്ള ആയുധമായി ഉപയോഗിക്കുന്നത് രാമായണത്തോടും ശ്രീരാമനോടും ഹിന്ദു ധർമ്മത്തോടും ചെയ്യുന്ന കടുത്ത അന്യായമാണ്. അവരോട് വളരെ ലളിതമായി പറയാനുള്ളത് മാ നിഷാദ, അരുത് കാട്ടാള. താങ്ക് യു.